ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുടി കൊഴിച്ചിലിൻ്റെ മെയിൻ ആയിട്ടുള്ള കോസസ് എന്തൊക്കെയാണെന്നാണ്. ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് മുടി കൊഴിച്ചിൽ. മുടി കൊഴിച്ചിലിന് കാരണം എന്താണെന്ന് ആദ്യം കണ്ടെത്തിയിട്ട് വേണം ഫലപ്രദമായ ചികിത്സ ലഭ്യമാക്കാൻ. മുടി കൊഴിച്ചിലിന്റെ പരിഹാരം എന്താണെന്ന് അന്വേഷിക്കാത്തവർ വളരെ കുറവ് തന്നെയല്ലേ? വീട്ടുവൈദ്യം മുതൽ മാർക്കറ്റിൽ കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ വരെ തേടി പോകുന്നവർ അല്ലേ നമ്മൾ? എന്നാൽ ഇത്തരം ചികിത്സകൾ ചെയ്യുന്നതിന് മുന്നേ എന്തുകൊണ്ടാണ് നമ്മുടെ മുടി കൊഴിഞ്ഞു പോകുന്നത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വണ് പോഷകക്കുറവാണ്. ഭക്ഷണത്തിൽ അയേൺ, സിങ്ക്, പ്രോട്ടീൻ എന്നിവയുടെ അളവ് കുറയുകയാണെങ്കിൽ ഹെയർ ലോസ് ഉണ്ടാകാം. കൂടാതെ വിറ്റമിൻ ഡിയുടെ അളവ് കുറയുന്നതും ഇതിനൊരു കാരണമാണ്. വൈറ്റമിൻ ഡി അളവ് കുറഞ്ഞാൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒഴിവാക്കാൻ വേണ്ടി പുറത്തിറങ്ങി കുറച്ചു നേരം സൺലൈറ്റ് ഏൽക്കേണ്ടത്. അതുപോലെ രണ്ടാമത്തെ കോഴ്സ് പറയുന്നത് ഹോർമോണൽ ഇംബാലൻസ് ആണ്. സ്ത്രീകളിൽ 30 വയസ്സിന് ശേഷം ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകാം. DHT അഥവാ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ കാരണമാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. സ്ത്രീകളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഹോർമോണാണ് ഈസ്ട്രോജൻ. എങ്കിലും ടെസ്റ്റോസ്റ്റിറോൺ, DHT പോലുള്ള ആൻഡ്രോജൻസും ശരീരത്തിൽ ഉണ്ടാകാറുണ്ട്. ഒരു നിശ്ചിത പ്രായത്തിലെത്തുമ്പോൾ അവരുടെ ബോഡി ഈ ആൻഡ്രോജനെ DHTയിലേക്ക് പരിവർത്തനം ചെയ്യാൻ തുടങ്ങും. ഇത് ഹെയർ ലോസിന് കാരണമാകും. അടുത്തത് ഒരു പ്രധാനപ്പെട്ട കോസാണ് തൈറോയിഡ് ഇഷ്യൂസ്. കഴുത്തിന്റെ മുൻവശത്തുള്ള തൈറോയിഡ് ഗ്ലാൻഡ് അപര്യാപ്തമായ അളവിൽ തൈറോയിഡ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ മുടിയുടെ വളർച്ചയ്ക്ക് ഇത് ഹാനികരമായേക്കാം. അതുപോലെ തന്നെയാണ് PCOS അഥവാ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം. ഇത് സ്ത്രീകളിൽ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകുകയും അവരുടെ ബോഡിയിൽ സാധാരണ അളവിനേക്കാൾ കൂടുതൽ ആൻഡ്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഫേസിലും ബോഡിയിലും അമിതമായിട്ടുള്ള രോമ വളർച്ച ഉണ്ടാകുകയും ചെയ്യുന്നു. അറ്റ് ദി സെയിം ടൈം ഹെയർ ലോസ് ഉണ്ടാവുകയും ചെയ്യും. അടുത്തൊരു കോസാണ് ഗർഭനിരോധന ഗുളികകൾ. ഇവ കഴിക്കുന്നത് ഹെയർ ലോസിന് കാരണമാകും. ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ തടയുന്ന ഇത്തരം മെഡിസിൻസിൽ അടങ്ങിയിരിക്കുന്ന ഹോർമോൺസ് മുടിയെ തിന്നാകുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഹൈ ബ്ലഡ് പ്രഷർ, ഡിപ്രഷൻ, ഹാർട്ട് ഡിസീസസ്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്നിവയ്ക്കുള്ള മെഡിസിൻസും ബ്ലഡ് തിന്നർ പോലുള്ള മെഡിസിൻസും ഈ ഹെയർ ലോസിന് കാരണമായേക്കാം. അടുത്ത ഒരു പ്രധാനപ്പെട്ട കോസാണ് സ്ട്രെസ് അല്ലെങ്കിൽ ഉറക്കക്കുറവ്. അമിതമായ സ്ട്രെസ് മുടി കൊഴിച്ചിലിനും കാരണമാകും. ചിലപ്പോൾ ഇത് മാസങ്ങളോളം നീണ്ടു നിന്നു എന്നും വരാം. വ്യായാമം, മെഡിറ്റേഷൻ, മസാജുകൾ എന്നിവ ചെയ്യുന്നത് വഴി സ്ട്രെസ് കുറയുകയും മുടി കൊഴിച്ചിൽ ഒരു പരിധിവരെ തടയാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ സ്ലീപ്പ് പാറ്റേൺ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. അടുത്ത ഒരു കോഴ്സാണ് ഹെയർ സ്റ്റൈലിംഗ് ഉൽപ്പന്നങ്ങൾ. ഹെയർ കളർ, സ്റ്റൈലിംഗ് ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ ഭൂരിഭാഗം ആളുകളും വാങ്ങിക്കാറുണ്ടാവും. പക്ഷേ അതിലടങ്ങിയിരിക്കുന്ന കെമിക്കൽസിനെ പറ്റി നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഈ കെമിക്കൽസ് നമ്മുടെ മുടിയുടെ നോർമൽ ടെക്സ്ചറിനെ തന്നെ ചേഞ്ച് ആക്കിയിട്ട് വേറൊരു ടെക്സ്ചറിലേക്ക് മാറ്റുകയും അതേപോലെ മുടി കൊഴിച്ചിലിന് കാരണമാകുകയും. അടുത്തത് രോഗാവസ്ഥകൾ. ടൈലോജൻ എഫ്ലൂവിയം, തലയുടെ മുടി എല്ലായിടത്തു നിന്നും കൊഴിയുന്ന ഒരു അവസ്ഥയാണിത്. ഓക്കെ, ഇത്രയും നേരം നമ്മൾ ഒരുപാട് കോസസിനെ കൊണ്ട് ഡിസ്കസ് ചെയ്യും. ഇനി ഒരു നോർമൽ ഡെയിലി ഹെയർ കെയർ റൊട്ടീൻ എങ്ങനെയായിരിക്കണം എന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് പേരുടെ ഡൗട്ടാണ് മുടിയിൽ എന്തൊക്കെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെ അപ്ലൈ ചെയ്യാം. ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം മുടിയുടെ ആരോഗ്യം എന്നത് നമ്മുടെ ശരീരത്തിലുള്ള പോഷകങ്ങളുടെ മുഴുവൻ തുക എന്നതാണ്. കാരണം ആവശ്യത്തിന് പോഷകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ മുടിയുടെ ആരോഗ്യവും മെച്ചപ്പെടൂ. നോർമലി രാവിലെ എഴുന്നേറ്റ ഉടൻ മുടിയുടെ ജടയൊക്കെ കൈകൊണ്ട് കളഞ്ഞ് ചീർപ്പ് യൂസ് ചെയ്ത് പതുക്കെ തലയോട്ടിയിൽ നിന്ന് മുടിയുടെ അറ്റം വരെ ചീകുക. പല്ലകന്നിരിക്കുന്ന ചീർപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. വുഡൻ അല്ലെങ്കിൽ മരത്തിന്റെ ചീർപ്പ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. മുടിയുടെ ലെങ്ത് കൂടുന്തോറും അറ്റം പൊട്ടിപ്പോകാനും അതേപോലെ മുടി ഡ്രൈ അല്ലെങ്കിൽ ഫ്രിസി ആവാനുള്ള ചാൻസും കൂടുതലാണ്. കാരണം നാച്ചുറലി സ്കാൽപ്പിൽ കുറച്ച് സെക്രീഷൻസ് ഉണ്ടാകും. ഇത് മുടിയുടെ പകുതി വരെയൊക്കെ ആകുമ്പോഴേക്ക് എഫക്റ്റ് കുറഞ്ഞു വരും. നെക്സ്റ്റ് വന്നിട്ട് ജെന്റ്ലി മസാജാണ്. ഇതിന് എപ്പോഴും എണ്ണ യൂസ് ചെയ്യണം എന്ന് ആവശ്യമില്ല. എണ്ണ എപ്പോഴും ഒരു സ്നിഗ്ധത കൊടുക്കുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ. മുടി കൊഴിച്ചിൽ ഓൾറെഡി ഉള്ളവർക്ക് ഡെയിലി എണ്ണ യൂസ് ചെയ്യുന്നത് റെക്കമെൻഡ് ചെയ്യുന്നത്. ഫിംഗർ ടിപ്പ് വെച്ച് സ്കാൽപ്പിന്റെ താഴേന്ന് മുകളിലേക്ക് മസാജ് ചെയ്യുക. ഈ മസാജ് ബ്ലഡ് സർക്കുലേഷൻ അഥവാ മൈക്രോ സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതായത് ഫോളിക്കിളിലേക്ക് കൂടുതൽ ബ്ലഡ് എത്തുമ്പോഴാണ് മുടി നന്നായിട്ട് വളരുക. അതുകൊണ്ട് തന്നെ 1-2 മിനിറ്റ് നിങ്ങൾക്ക് സ്കാൽപ്പ് മസാജിന് വേണ്ടി മാറ്റിവെക്കാം. നല്ല വെള്ളം ലഭിക്കുന്നതാണെങ്കിൽ ദിവസവും തല കുളിക്കുന്നത് നല്ലതാണ്. ഇത് മുടികളിൽ ഉണ്ടാവുന്ന അഴുക്ക്, പൊടി, താരൻ എന്നിവയെ കഴുകി കളയാൻ വേണ്ടി സഹായിക്കുന്നു. ഡെയിലി തല കുളിക്കുന്നതിന് മുന്നേ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് പണ്ട് തൊട്ടേ ശീലിച്ച ഒരു കാര്യമാണെങ്കിൽ അത് മാറ്റാൻ നിൽക്കേണ്ട. പക്ഷേ എണ്ണ തേച്ച് കുളിക്കുന്ന ശീലം ഇല്ലാത്തവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസം എണ്ണ തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മൈൽഡായിട്ടുള്ള ഷാമ്പു അല്ലെങ്കിൽ താളി യൂസ് ചെയ്ത് കഴുകിക്കളയാം. ട്രാവൽ ചെയ്യുമ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ മുടി നന്നായിട്ട് കെട്ടിവെക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ മുടിയിൽ അഴുക്ക്, പൊടി എന്നിവ പറ്റിപ്പിടിക്കുന്നത് വഴി മുടി നന്നായിട്ട് ഡാമേജ് ആയി പോകാനും ചാൻസ് ഉണ്ട്.
നല്ല വെയിലുള്ളപ്പോൾ ആണെങ്കിൽ UV റേസ് സ്കിന്നിനും അതേപോലെ തന്നെ ഹെയറിനും ബുദ്ധിമുട്ടുണ്ടാക്കും. അതിനായി സ്കാർഫ് പോലുള്ളവ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഡെയിലി ഹെയർ അയൺ ചെയ്യുന്നത്, അതുപോലെ തന്നെ പോണി ടെയിൽ പോലെയുള്ള ഹെയർ സ്റ്റൈൽ പരീക്ഷിക്കുന്നതും ഒക്കെ ഒഴിവാക്കുക. കിടക്കാൻ നേരത്തെ നന്നായി ഉടക്ക് കളഞ്ഞ് ഓയിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് കെട്ടിവെച്ചിട്ട് കിടക്കുക. ഹെയർ ടൈപ്പിനനുസരിച്ച് നാച്ചുറൽ ഹെയർ മാസ്ക് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും യൂസ് ചെയ്യാം. അത് ഹെയറിനെയും സ്കാൽപ്പിനെയും ഡ്രൈ ആകാതിരിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ രാത്രി സമയത്ത് ജെല്ല്, ഹെയർ സ്പ്രേ എന്നിവ യൂസ് ചെയ്യാതിരിക്കുക. ഇനി ഫുഡിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഡെയിലി ഒരു ക്യാരറ്റെങ്കിലും നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ക്യാരറ്റിൽ വളരെയധികം ബയോട്ടിൻ അടങ്ങിയിരിക്കുന്നുണ്ട്. അതുപോലെ വിറ്റമിൻ എയുടെ ഒരു റിച്ച് സോഴ്സ് ആണ് ക്യാരറ്റ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് സ്കിൻ കെയറിലും എടുത്തു പറയുന്നുണ്ട്. ഡെയിലി മിനിമം ഒരു ക്യാരറ്റെങ്കിലും കഴിക്കുകയാണെങ്കിൽ വിറ്റമിൻ എയുടെ ഏകദേശം ഒരു അളവ് അതുപോലെ ബയോട്ടിൻ്റെ ഒരു സോഴ്സ് കൂടെയാണ് ക്യാരറ്റ് എന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. ഇത് ഒരു ടൈപ്പ് ഓഫ് പ്രോട്ടീൻ ആണ്. ഇത് കെരാറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് മുടി വളർച്ചയ്ക്കും സഹായിക്കുന്നു. അതുപോലെ മുടി കൊഴിച്ചിലുമായി ചെല്ലുമ്പോൾ വേറൊരു കാര്യം ചോദിക്കുന്നത് DHT അഥവാ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ഇത് ശരിക്കും ടെസ്റ്റോസ്റ്റിറോൺ വേരിയൻ്റ് ആണ്. ഇത് സ്കാൽപ്പിൽ പോയിട്ട് ഹെയർ റൂട്ടിനെ വീക്ക് ആക്കിയിട്ട് കൊഴിച്ചു കളയുന്ന ഒരവസ്ഥയുണ്ട്. ജെൻസിലാണെങ്കിൽ ആൻഡ്രോയിഡ് അലോപേഷ്യ എന്ന് പറയുന്നു. സാധാരണ DHT ഇൻഹിബിറ്റ് ചെയ്യാനുള്ള മെഡിസിൻസ് കൊടുക്കുക എന്നതാണ് ചെയ്യാറ്. പക്ഷേ ക്യാരറ്റിൽ നാച്ചുറൽ ആയിട്ട് തന്നെ DHT ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. അടുത്തത് നെല്ലിക്കയാണ്. ഓൾറെഡി നെല്ലിക്കയുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നെല്ലിക്ക വിറ്റമിൻ സിയുടെയും അയണിന്റെയും ഒരു റിച്ച് സോഴ്സ്. ഓവർ ബ്ലീഡിംഗ് ഇല്ലാതെ തന്നെ ഹീമോഗ്ലോബിൻ ചില ആളുകൾക്ക് കുറഞ്ഞു കാണാറുണ്ട്. ഇത് അയൺ അബ്സോർപ്ഷനിൽ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ്. അതിനെയൊക്കെ തടയാൻ വേണ്ടിയുള്ള ഒരു കഴിവ്. നെല്ലിക്ക കിഴി പോലെ കെട്ടിയിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം തണുക്കുമ്പോൾ അത് വെച്ച് തല കഴുകുന്നത് മുടി വളർച്ചയ്ക്കും അകാല നര ഒഴിവാക്കാനും. കറിവേപ്പില ചവച്ചരച്ച് കഴിക്കാൻ പറ്റുമെങ്കിൽ 3-4 എണ്ണം കഴിക്കുന്നത് നല്ലതാണ്. വയറ്റിലെ പ്രശ്നങ്ങൾ കൊണ്ടും മുടികൊഴിച്ചിലുണ്ടാകാം. അതിനു വേണ്ടിയിട്ട് മോരിൽ കറിവേപ്പില ആഡ് ആക്കിയിട്ട് കഴിക്കാം. അതുപോലെ പയറ്, കടല, സോയ, മുട്ടയുടെ വെള്ള, യോഗേട്ട് എന്നിവയും ഭക്ഷണത്തിൽ ആഡ് ആക്കുക. ബദാം വൈറ്റമിൻ എ, ഇ എന്നിവയുടെ സോഴ്സാണ്. ഡെയിലി 7 മുതൽ 8 വരെ ബദാം കുതിർത്തിട്ട് തൊലി കളഞ്ഞ് കഴിക്കുന്നത് ഹെയർ ഗ്രോത്തിനും അതേപോലെ സ്കിന്നിനും നല്ലതാണ്. ഈ കാര്യങ്ങളൊക്കെ ഡെയിലി റുട്ടീനിൽ നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ മുടി കൊഴിച്ചിലിനെ നന്നായിട്ട് കുറക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.